bs6 വണ്ടിയിൽ എങ്ങനെ നമ്മുടെ എന്നാ പറയണ്ടേ യൂറോ 1 സൈലൻസർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ നീളം ഉണ്ടല്ലോ ഇത് കുറയ്ക്കണം. ഇത്രയും നീളമല്ല, ഇതിൻ്റെ ഒരു പകുതി ഉണ്ടായാലും ഇതിൻ്റെ കേട്ടോ. ഇത് നമ്മൾ സ്റ്റാർട്ടാക്കി സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന bs6 വണ്ടിയിൽ എങ്ങനെ നമ്മുടെ എന്നാ പറയണ്ടേ യൂറോ 1 സൈലൻസർ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്നാ പറയണ്ടേ, ഒത്തിരി നാളായിട്ട് എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് bs6 വണ്ടിയിലെ യൂറോ 1 സൈലൻസർ വെക്കുമ്പോൾ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിതുവരെ വെച്ച് കൊടുത്തിട്ടില്ല. സോ നമ്മളത് ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. വണ്ടി പോകുകയാണെങ്കിൽ ഏറ്റവും പുതിയ മോഡലാണ് bs6. നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വരുന്ന ഹൈടെക് സംഭവമാണ്. ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ് സ്പ്ലെൻഡർ. അപ്പം നമ്മൾ ആദ്യം സൈലൻസർ അഴിച്ച് നോക്കിയിട്ട് വേണം ബാക്കി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. നമ്മുടെ സൈലൻസർ ഇരിപ്പുണ്ട്, യൂറോ 1 ഇരിപ്പുണ്ട്. ഇത് ആക്ച്വലി ഞാൻ എടുത്തതല്ല, കസ്റ്റമർ കൊണ്ട് തന്നെയാണ്. ഏതാ കമ്പനി ഞാൻ നോക്കിയില്ല, പക്ഷെ ഒരു ബാഡ്ജിങ്ങൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ആൻഡ് ഞാനിനിയും നമുക്ക് വണ്ടിയിലത്തെ സൈലൻസർ ആദ്യം അഴിച്ചെടുത്തിട്ട് എന്താ മാറ്റം എന്നുള്ളത് നോക്കാം. അപ്പം ഇതേ കണ്ടല്ലോ, ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന യൂറോ 1ൻ്റെ സൈലൻസറിൻ്റെ ടിപ്പ്. ഇത് വന്നിട്ട് നമ്മൾ വണ്ടിയുടെ സ്റ്റോക്ക് സൈലൻസറിൻ്റെ ടിപ്പ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഡൈമെൻഷൻസ് എല്ലാം മാച്ചിങ് ആണ് നോക്കിയിട്ട് വണ്ടി കയറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂറോ 1ൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 32 വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ പറയുന്ന സ്റ്റോക്ക് bs6 സൈലൻസർ നോക്കുമ്പോഴത്തേക്കും 32.5. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 mm വ്യത്യാസമേ ഉള്ളൂ. ഇത് കുറവാണ്. സോ അകത്ത് ഹോളിനകത്ത് കയറി പോക്കോളും, പ്രശ്നമൊന്നുമില്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു എന്നാ പറയണ്ട ക്ലാമ്പിൽ വരുന്ന ഹോളിൻ്റെയാണ്. അത് നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ bs6 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ആണ് വരുന്നത്. ആൻഡ് നമ്മുടെ യൂറോ 1 വരുമ്പോഴത്തേക്കും സെയിം ആട്ടോ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് പക്കയാണ്. അപ്പം നമുക്കൊന്ന് വണ്ടിയിലോട്ട് കയറ്റി വെച്ച് നോക്കാം, എന്താണ് അതിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനെന്നാൽ അതൊന്ന് കയറ്റി നോക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു മൗണ്ടിങ് വ്യത്യാസമുണ്ട്. യൂറോ 1 വരുമ്പോഴത്തേക്കും മൗണ്ടിങ് ഇത് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്, നമ്മുടെ bs6 ഈ പൊസിഷനല്ല. അപ്പം അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെ ആ സാധനം ജോയിൻ ചെയ്യുമോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കിയാൻ പറ്റും. സോ ഗൈസ്, അപ്പം നമ്മൾ സൈലൻസർ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈഡായിട്ട് വ്യൂ കാണിച്ചു തരാം. കണ്ടല്ലോ സംഭവം, ഇത്രയും നീറ്റായിട്ട് സാധനം കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കട്ടും കയറി കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല. പിന്നെ ഈ ഒരു ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി കൊടുക്കേണ്ടി വന്നു. നമുക്കൊന്ന് ചെറുതായിട്ട് താഴോട്ടൊന്ന് ബെൻഡാക്കേണ്ടി വന്നു, കാരണം ഇതോടെ മാച്ചാകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല. ഈ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡ് ഒന്ന് തട്ടി നിൽക്കാനുള്ളതാണല്ലോ, ബുഷ് ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിലൊന്നും ഒരു പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഇതിലായിട്ടും. അപ്പം നമുക്കിനിയും ഇത് നട്ടിട്ട് മുറുക്കണം. അപ്പോൾ ഇവിടുത്തെ നട്ട് അഴിച്ചിട്ട് ഇത് അകത്തോട്ട് കയറ്റിയിട്ട് അടച്ച് മുറിക്കാൻ മതി. അവിടെ ഉള്ളൂ പരിപാടി. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഓൾട്രേഷൻ അവിടെ ഉണ്ട്. ഞാനൊന്ന് അഴിച്ചെടുത്ത് നോക്കിയതിന് ശേഷം ഞാൻ ബാക്കി എന്താണെന്നുള്ളത് പറഞ്ഞു. സോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ല, കാരണം ഇവിടുത്തെ ഈ നീളം ഉണ്ടല്ലോ ഇത് കുറയ്ക്കണം. ഇത്രയും നീളമല്ല, ഇതിൻ്റെ ഒരു പകുതി ഉണ്ടായാലേ ഇതിൻ്റെ അകത്തോട്ട് കയറി കിടക്കത്തുള്ളൂ, മുറുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ സംഭവങ്ങൾ ഞാൻ നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ബാക്കി എന്നാണെന്നുള്ള അപ്ഡേറ്റ് ചെയ്യും. സോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കട്ട് ചെയ്യേണ്ട വന്നു. ഇതുണ്ടല്ലോ, ശരി, ഇത്രയും ഏരിയ കട്ട് ചെയ്തെടുക്കേണ്ട വന്നു നമുക്ക്. ഇതിന് ഞാൻ നോക്കിയിട്ട് വെൽഡ് അടിക്കേണ്ട വരും തോന്നുന്നില്ല, സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. വെൽഡിങ് കൊണ്ട് നമുക്ക് അകത്ത് കൊടുക്കണം. അല്ലാത്ത പക്ഷം ഇത് പക്കയാണ്, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം ഇപ്പം രണ്ട് ഇപ്പോൾ ഒരേപോലെയായി. അപ്പോൾ നമുക്കിനി ഇത് ഞാൻ കയറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഓൾട്രേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്നാ പറയണ്ട സൈലൻസർ കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്യേണ്ട വന്നു, ടിപ്പ് കട്ട് ചെയ്യേണ്ട വന്നു. എന്നാലും അവിടെ വേറെ പ്രശ്നങ്ങളോ ലീക്കോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ സൈലൻസർ ഇതിൻ്റെ അകത്ത് വെച്ച് മുറിക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചാൽ മുറിക്കേണ്ടത് നീറ്റായിട്ട് സെറ്റ് ആയിട്ട് കണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൗണ്ട് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചെറിയൊരു മെറ്റൽ സൗണ്ടും കൂടിയിട്ടുണ്ട്. പൊട്ടുന്നുണ്ട് വണ്ടി, നേരത്തെ പൊട്ടത്തില്ലായിരുന്നു. പോരാണ്ട്
ഇപ്പം ആ ഒരു സ്മൂത്ത്നെസ് പോയി, വണ്ടിയുടെ സ്മൂത്ത്, ആ ഒരു BS6-ൻ്റെ ഒരു സ്മൂത്ത്നെസ് കൊണ്ട് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. വണ്ടി പക്ക പ്യുവർ യൂറോ 1-ൻ്റെ ആ ഒരു എന്നാ പറയണ്ട റഫ് സ്റ്റൈലിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ചറ പറയുന്നത് പൊട്ടുന്നുണ്ട്. ഞാനത് റണ്ണിങ് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും BS6 സ്പ്ലെൻഡറാണ്. ഇതിന് രണ്ടിൻ്റെ ഒച്ച നമ്മുടെ കൈ കിട്ടുമ്പോൾ സെയിം ആയിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ യൂറോ 1-ൻ്റെ സൈലൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് ഒച്ചയുടെയും വ്യത്യാസം എന്നാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്റ്റോക്ക് എക്സോസ്റ്റ് ആട്ടോ. സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ ഒച്ചയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ പ്ലേ സെറ്റ് ചെയ്ത് കാണിക്കാം. കേട്ടല്ലോ. അപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റാണ്. അനാവശ്യമായിട്ടുള്ള പൊട്ടലോ ചീറ്റലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ സൗണ്ടാണ്, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒച്ചയാണ്. മാത്രമല്ല ആ വണ്ടി നിങ്ങൾ BS6 ആണ് കേട്ടോ, നമ്മൾ കണ്ണോട്ട് വെച്ചാൽ എക്സോസ്റ്റ് നമ്മളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ വേറെ കിടപ്പുണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്കും എന്നാ പറയണ്ടേ, സ്പ്ലെൻഡർ എക്സ്ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ മോഡൽ BS6 ആൻഡ് ഇതിൻ്റെ വെച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. വച്ചേക്കും സൈലൻസർ യൂറോ 1 എക്സോസ്റ്റ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റാർട്ടാക്കി. ആണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം കണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി നാളെ ചോദിച്ചുകൊണ്ടിരുന്ന യൂറോ 1 സൈലൻസറിൻ്റെ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ നമ്മുടെ ചാനലിൽ ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഞാൻ നമ്മുടെ ചാനലിൽ വരും. ആർക്കെങ്കിലും എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാര്യത്തിൽ കമൻറ്റ് ചെയ്യുക. വെരി സ്പെഷ്യൽ സൈനിങ് ഓഫ് ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.